എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. റവ വെച്ചാണ് നമ്മൾ ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. പക്ഷേ വറുത്ത റവ വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഉഴുന്നും പരിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. മുന്തിരി സ്വല്പം കൂടുതൽ ആഡ് ചെയ്യേണ്ടത് ടേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുഡിങ്ങിൻ്റെ ടേസ്റ്റിലുള്ള ഒരു ഉപ്മാവാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മുന്തിരി സ്വല്പം കൂടുതൽ ആഡ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് സ്വല്പം കുറവായാലും കുഴപ്പമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്യാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് റവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ വറക്കാത്ത റവയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇതിലിട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. റവയുടെ അളവ് പറയുകയാണെങ്കിൽ 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് റവയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ റവ വറുത്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്യണം. അതായത് നമ്മൾ 2 ഗ്ലാസ് വേണം നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് തിളപ്പിച്ച വെള്ളം ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5-6 മിനിറ്റ് നേരം നമ്മൾ അടച്ച് വേവിക്കണം. അതായത് ഏറ്റവും സ്ലോവിൽ വേണം ഗ്യാസ് ഇടാനായിട്ട്. അങ്ങനെ നമുക്കൊരു 5-6 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. നമ്മളിതിലേക്ക് ഉഴുന്നൊക്കെ ആഡ് ചെയ്ത സമയത്ത് ഇതിലേക്ക് പൊട്ടുകടല ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ സമയത്ത് ഇടാനായിട്ട് മറന്നു. പക്ഷെ ഞാൻ പിന്നീട് ഇത് വേറെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഉഴുന്നും പരിപ്പൊക്കെ ആഡ് ചെയ്ത സമയത്ത് ഇത് പൊട്ടുകടല ഇടാനായിട്ട് ശ്രമിക്കണം. പൊട്ടുകടല ഇട്ടെങ്കിൽ ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് 1 സ്പൂണ് പൊട്ടുകടലയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരം ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ആ ചൂടിൽ അതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ അത് 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുഡിംഗ് പോലെ ഉള്ള നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മളിത് വളരെ കളർഫുള്ളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.